to our YouTube channel. നിങ്ങൾക്ക് അറിയോ എൻ്റെ ഹോളി കമ്മ്യൂൺ വരുക and I'm very 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 excited. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ്. ഇത് നമ്മുടെ ഒരു എന്താ പറയാ കൺമണിയുടെ ഹോളി കമ്മ്യൂണിയൻ എന്റെയും ഏട്ടന്റെയും ഒരു ഡ്രീം ആയിരുന്നു. TNMലെ ടിയ ചേച്ചിയാണ് എന്റെ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ വ്ളോഗില് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് ഞാൻ മെഷർമെന്റ്സ് എടുക്കുന്ന ഡ്രസ്സിന്റെ and I'm very very excited to see how the costume will come up. അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ മൈൻഡിൽ ഫിക്സ്ഡ് ആണ്. അപ്പൊ ഇനി അത് എങ്ങനെ ചെയ്തു തരുമെന്ന് നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നോക്കാം. വെയിലുണ്ടായിരുന്നോ? വെയില് ഫുൾ ലെങ്ത് ടച്ച് ചെയ്യും. ഫുൾ ലെങ്തില് നിൽക്കുന്ന രീതിയിലല്ലേ? ആ, ഞാനിപ്പോൾ കൺമണിക്കുട്ടിയുടെ ഹോളി കമ്മ്യൂണിയന് അമ്മമാർ, അതായത് എൻ്റെ അമ്മയും മമ്മിയും, അവർക്ക് വേണ്ട സാരി ഒന്ന് നോക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. അമ്മ വരുന്നുണ്ട്, മമ്മിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. അമ്മമാരുടെ സാരി എവിടെ നിന്ന് എടുക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ മിലനിലേക്കാണ് പോയത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ മാം കൂടെ നിന്ന് പല റാക്കിന്ന് പല സാരീസൊക്കെ നമ്മളെ എടുത്ത് കാണിച്ച് ഇത് നന്നായിരിക്കും അത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ സാരീനെ കുറിച്ച് അതിൻ്റെ ടെക്സ്ചറും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഒരു ബിഗ് താങ്ക് യു ഷെർലി മാം. ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരു പാർട്ടായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഷെർലി മാം ചൂസ് ചെയ്ത സാരിയാണ് രണ്ട് അമ്മമാരും ഞങ്ങളുടെ ഫംഗ്ഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഡേ നമ്മളുടെ ഫോക്കസ് ഫുള്ള് ആൻറ്റിമാറ്റ് സാരി എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ അക്കയ്ക്കും കുഞ്ഞുമോൾക്കും ചേച്ചിക്കും വേണ്ട സാരി എടുക്കാനാണ് നെക്സ്റ്റ് ഡേ ഫുൾ നമ്മൾ കറങ്ങിയത്. ഞങ്ങളുടെ ഒക്കെ കോസ്റ്റ്യൂം എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ കിയക്കുട്ടിക്കും ഞങ്ങളൊരു ഉടുപ്പ് മേടിച്ചായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടോ? മമ്മീനെ കൊണ്ടുവരാൻ പറ്റിയില്ല. മമ്മി കുറച്ച് പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോയതുകൊണ്ട് മമ്മീനെ കൊണ്ടുവരാൻ പറ്റില്ല. എനിക്ക് വയ്യ. ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞു. ബൈബിൾ എഴുതുമായിരുന്നു. ബൈബിള് ഇതാണ് കേട്ടോ സിസ്റ്റർ ജോമിഷ. കൺമണിക്കുട്ടീനെ കുർബാന സ്വീകരണത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആക്കിയ സിസ്റ്ററാണ്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണെന്ന്. നാളെ ഞങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ പോവാ സിസ്റ്റർ. ഇനി ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കൺമണി നാളെ കുമ്പസരിച്ച് കുർബാന സ്വീകരിക്കാൻ. ഞാൻ പറയായിരുന്നേ എന്നെ കുറിച്ചായിരിക്കും എഴുതിയിരിക്കുന്നത് മൊത്തം. ആ പാപങ്ങളെല്ലാം കഴുകി നല്ലോണം പറഞ്ഞു. കൊറേ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എന്തോന്ന്? എന്താ ഹാർട്ട്? ഓക്കെ ഓക്കെ. അതെ, അത് ഇനിയിപ്പോ 2-3 പ്രാവശ്യം കൺഫ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ടെൻഷൻ മാറുള്ളൂ. അത് പിന്നെ ആൾക്ക് നമ്മുടെ അടുത്തൊക്കെ പണ്ട് കുഞ്ഞിലെ പറഞ്ഞിട്ടില്ലേ, അച്ഛൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ കുർബാന. അപ്പൊ ഞങ്ങള് പറയാൻ എന്റെ പൊന്നു കൺമണി എല്ലാ ആൻസറും പറഞ്ഞോണം, അല്ലെങ്കിൽ പപ്പയും അമ്മയും ചെയ്തത് ഫുള്ള് വെറുതെ ആവും. ഒന്നുമില്ല, ചുമ്മാ 10 കമാൻഡ്മെന്റ്സ് ഒക്കെ കമ്മണിക്കാറില്ലേ അച്ഛൻ? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. അതെ. അപ്പൊ സിസ്റ്ററിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രത്യേകം പ്രാർത്ഥിക്കുക കൺമണിക്ക് വേണ്ടി. നല്ല കുട്ടിയായിട്ട്. എന്തായാലും താങ്ക് യു സിസ്റ്റർ. ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് കൺമണിക്കുട്ടിക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. രാവിലത്തെ കുർബാന കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് കൺമണീനെ കുമ്പസരിപ്പിക്കാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. റെഡിയാണോ കൺഫ്യൂസ് ചെയ്യാൻ? പാപങ്ങളൊക്കെ എവിടെ? അതിനകത്താണോ പാപങ്ങൾ? പോക്കറ്റ് ചുമന്നുകൊണ്ട് കിടക്കുകയാണോ കൺമണി?
പ്രിപ്പയർഡ് ആയോ കൺഫ്യൂസ് ചെയ്യാൻ? മോളുടെ കുർബാന സ്വീകരണം നടത്തുന്നത് എടപ്പള്ളി പള്ളിയിൽ വെച്ചിട്ടാണ്. പക്ഷെ കാറ്റഗീസത്തിന് പോകുന്ന പള്ളിയിൽ നിന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പള്ളിയിലെ വികാരിയച്ഛൻ ഫാദർ പിൻറ്റോ അച്ഛനാണ്. അപ്പം അച്ഛൻ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരണം, മോള് നന്നായി ഒരുങ്ങിയിട്ടുണ്ട്, എല്ലാ പ്രേയേഴ്സും പഠിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് തന്ന് അത് നമ്മൾ എടപ്പള്ളി പള്ളി കൊണ്ട് കൊടുക്കണം. അപ്പം അച്ഛൻ പതുക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. അവൾ നല്ല മിടുക്കി കുട്ടിയായിട്ട് എല്ലാത്തിനും ആൻസേഴ്സ് പറഞ്ഞു. കാരണം സിസ്റ്റർ നന്നായിട്ട് അവളെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും അത്യാവശ്യം എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രേയേഴ്സ് ഒക്കെ പഠിപ്പിക്കാനും എല്ലാം. അങ്ങനെ കൺമണിക്ക് തന്നെ ഭയങ്കര ഷോക്കായി പോയി. ഞാൻ പ്രേയേഴ്സ് ഇതെല്ലാം പറഞ്ഞു, അച്ഛൻ ചോദിച്ചതിന് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു. അവള് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി പുറത്തിറങ്ങി കഴിഞ്ഞപ്പം. നമ്മളുടെ ഒരു സന്തോഷത്തിന് അവിടുത്തെ സിസ്റ്റേഴ്സിനൊക്കെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഇതെങ്ങനെ നിൽക്കണെങ്കിലും ഈ ഒരു സമയത്ത് ഞാൻ TNMനോട് ഒരു വലിയ താങ്ക് യു പറയാണ്, ആ ഒരു ഫുൾ ടീം. കാരണം ടിയ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ ചെയ്യാൻ നല്ലത്? കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ടിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പോലും കൺമണിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണോ ടിക്ക് റെഫറൻസ് കൊടുത്തത് അത് അങ്ങനെ തന്നെ ആ കോസ്റ്റ്യൂമിലേക്ക് ടി എനിക്ക് ചെയ്തു തന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൺമണീനെ ഒരുക്കിയത് സിജനാണ്. അപ്പം സിജനാണേലും നമ്മുടെ കോസ്റ്റ്യൂം ട്രയലിൻ്റെ ആ സമയത്തൊക്കെ വരികയും ഏത് ഹെയർ സ്റ്റൈൽ വേണമെന്നൊക്കെ നോക്കുകയും എല്ലാം നമ്മുടെ കൂടെ എല്ലാവരും ഒരുമിച്ച് ഇതൊരു ടീം വർക്കായിരുന്നു. അപ്പോൾ ഒരുമിച്ച് മോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ താങ്ക് യു പറയാം. ഈ വർഷം കുറേ കുട്ടികൾ ഹോളി കമ്മ്യൂണിറ്റി ചെയ്യാൻ പോകുന്നുണ്ട്, ഞാനും ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.